ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. സൗണ്ടൊക്കെ പോയി രാവിലെയായിട്ട്. അപ്പോൾ നമുക്കിന്ന് അമ്പലത്തിൽ പോകണം, കൊടുമുടിക്കാവ് പോകണം. ഞാനും പൂജിറ്റേ പോണ്. കണമുട്ടി കിടക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്നതിൻ്റെ മുന്നേ പോയിട്ട് വരണം. അപ്പോൾ ഒരു മോർണിംഗ് കുറേ ആയിട്ട് നമ്മളൊരു മോർണിംഗ് വ്ളോഗിൽ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വേഗം നീറ്റിട്ട് കുളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. കുളിക്കട്ടെ. പൂജയ്ക്ക് കുറേ നേരം ഞാൻ അവിടെ വിളിക്കുന്നത് നീറ്റിട്ടുണ്ട്. ഉമ്മറത്തെ ഡോറൊക്കെ ഒന്ന് തുറന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊരു തണുപ്പാ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണിക്കാം കേട്ടോ. ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ടൈം ഇങ്ങനെ ടപ്പേന്ന് പോവും. അപ്പോൾ അത് കാരണം ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ അടുത്തല്ലല്ലോ, ബസ് കയറി പോകണ്ടേ. അപ്പോൾ അത് കാരണം അപ്പോൾ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇപ്പം രാവിലെ നേരത്തെ നീക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. എന്തൊരു തണുപ്പാണെന്നറിയോ. അത് കാരണം തന്നെ ഇങ്ങനെ പിന്നെയും കൂടെ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ നീട്ടി ഇപ്പം നീക്കുന്നത് ഒരു 6:15 അല്ലെങ്കിൽ 6:30 ആവും കേട്ടോ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് ഇത്തിരി നേരത്തെ നീട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ചോറും കറിയും കാര്യങ്ങളൊന്നും അതൊന്നും നേരത്തെ കാലത്ത് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പൂജിട്ട് പിന്നെ ചായ പോലും കുടിക്കാണ്ടേ പോവുക. അത് അങ്ങനെ ഒരു കഥ. പിന്നെ ഇതിന് ഓടിപ്പോയി കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ലിപ് ബാമും എന്താ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ക്രീമും നമ്മുടെ സൺസ്ക്രീമും ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്താണ് കേട്ടോ നമ്മൾ ചെയ്യുക. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനോ മറ്റൊരു സംഭവങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ക്രീം ആദ്യം തേക്കും, പിന്നെ സൺസ്ക്രീൻ തേക്കും. സൺസ്ക്രീൻ തേച്ചതിന് ശേഷം പിന്നെ പൗഡർ ഇടില്ല ഞാൻ. ചിലപ്പോൾ എനിക്കൊന്ന് തോന്നണം, എന്നാലും വല്ലപ്പോഴൊക്കെ ആയിരിക്കും പൗഡർ ഇടുക. ഈ സൺസ്ക്രീൻ തേച്ചാൽ തന്നെ നമുക്കൊരു ഗുമ്മ് കിട്ടും. പിന്നെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ വലിയൊരു മേക്കപ്പ് ചെയ്ത പോലെ ഫീലാവും. പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, കാണാനില്ല, അത് മിസ്സായിപ്പോയി. കണ്ണെഴുതി പൊട്ട് തൊട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ഈ മൂക്കുത്തി നമ്മളന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വളാഞ്ചേരുന്ന്, അതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ മാറ്റിയിട്ടു. എന്നിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോടൊക്കെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ്. ഈ ഒരു ടോപ്പ് നമ്മൾ അന്നാൾ പെരുന്തമണ്ണ പോയപ്പോൾ എടുത്തതാണ്, നല്ല സുഖം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ കയ്യിലുള്ള കവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുണ്യാഹം വാങ്ങാനുള്ള പാത്രം ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കടക്കാരൻ തന്നത് സാധാ പാം ഓയിൽ. ആ പാം ഓയിലിൻ്റെ സ്മെല്ല് എനിക്ക് സൺഫ്ലവർ ഓയിലേ പറ്റില്ല, പാം ഓയിലിൻ്റെ സ്മെല്ല് തീരെയും പറ്റില്ല. അപ്പോൾ അതൊരു കവറിലാക്കി എടുത്തു. പാടത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇത് രസമായിരുന്നു, മഞ്ഞും കാര്യങ്ങളൊക്കെ ഇരുന്നാൽ കുഞ്ഞൊരു വെയിലുണ്ട്, ഇനി പോക്ക് വെയിലും നല്ല മഞ്ഞോട് കൂടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ എത്തിയ പാടെ നമുക്കൊരു ഓട്ടോ കിട്ടി. വളാഞ്ചേരി എത്തിയപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ബസ്സും കിട്ടി കേട്ടോ. ബസ്സിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാമുള്ള സമയമാണ്, പിള്ളേരുടെ ക്ലാസ്സിനുള്ള സമയം തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി വേഗം നമുക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ഷാജേട്ടൻ മുട്ടറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജൻ്റെ പേരിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടറക്കുക, അങ്ങനെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. വഴിപാട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മുട്ടറക്കുക, പുഷ്പാഞ്ജലി കഴിക്കാൻ മുട്ടറക്കുക. ഇപ്പോൾ ഷാജേട്ടൻ പറയുമ്പോൾ ഷാജേട്ടന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളക്കും മാലയോ നെയ്വിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വഴിപാടാണല്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നാളികേരം. അപ്പോൾ പിന്നെ നമ്മൾ വളാഞ്ചേരിയിൽ തന്നെ തൂക്കി പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് ഓരോ നാളികേരം കഴുകിയിട്ട് അതിനകത്തേക്ക് കൊണ്ടുവല്ലേ ചെയ്യുക. അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് എല്ലാം ഞാൻ കഴുകി. കവറ് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ കവറിൽ ഇതൊക്കെ കൂടെ കൊള്ളുമോ എന്തോന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാനതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ പറ്റുന്നിടത്തോളം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂജിട്ടിട്ടില്ല ആ ബാഗൊക്കെ. വേഗം അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടറക്കാനുള്ളത് അവിടെ വെച്ചിട്ട് നമ്മൾ തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ മാസം ഷാജന് ഭയങ്കര നിർബന്ധമാണ്. മാസം കൊടുമുടിക്കാവിൽ പോയി തൊഴാൻ പറ്റണ ഇത് മാസം എന്ന് വെക്കേണ്ട, തൊഴാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ പോയി തൊഴുതോളൂ, നല്ലതാണ്. അമ്പലത്തിൽ ഷാജന് ഭയങ്കര ഭക്തിയുടെ ആളാട്ടോ. അമ്പലം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്തിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ പോക്ക് നമുക്ക് മിക്കതും നടക്കാറില്ല. ഇപ്പോൾ ഷാജേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരാളെ പ്രഷർ ചെയ്യുമ്പോൾ ആണ് അമ്പലത്തിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു തോന്നുമല്ലോ, അയ്യോ പോവായിരുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ മനസ്സിന് വിഷമമുള്ളപ്പോൾ സന്തോഷമുള്ളപ്പോൾ, ഞാൻ വിഷമമുള്ളപ്പോൾ മാത്രമല്ല, എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് പറയാറുണ്ട് കേട്ടോ. ഞാൻ നന്ദി പറയാറുണ്ട്. സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പോകാറുണ്ടല്ലോ ചിലവർക്ക്. അമ്പലത്തിൽ പോയി അവിടെ ഒന്ന് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വൈകുന്നേരത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം. ഇപ്പോൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഞങ്ങൾ മുന്നേയൊക്കെ ആണെങ്കിൽ വൈകിട്ടാണ് പോവുക. എന്നിട്ട് വൈകിട്ട് അവിടെ ദീപാരാധന തൊഴുത് രാവിലെ
ഭഗവാനെ തൊഴുത് കണ്ടിറങ്ങി അങ്ങനെ പോരുക ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരമാണ് ഇഷ്ടം. അവിടുന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ ഇറങ്ങി തിരിച്ച് വളാഞ്ചേരി എത്തിയിട്ട് എന്നത്തെയും പോലെ ഒരു മസാല ദോശയും ചായയും കുടിക്കാൻ വിചാരിച്ചു. കണ്ണൻകുട്ടിക്കുള്ളത് പാഴ്സൽ പറയുകയും ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മുടെ അംബിക ഹോട്ടലിലാണ്. ഇങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ കയറി കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ മസാല ദോശ കഴിക്കുക എന്നുള്ളത് ഒരു നേക്ക് പിടിച്ചൊരു പരിപാടി ആയതുകൊണ്ട് ഇപ്പോൾ ഇതാ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇതൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കാര്യമായിട്ടിരുന്ന് മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടിയുടെ പാഴ്സലായിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. പിന്നെ നേരെ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്മീനും പയറും കൂടെ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് വേണ്ടി നോക്കുമ്പോൾ ചെമ്മീനില്ല, നാളെ വന്നാൽ നാളേക്ക് റെഡിയാക്കുക ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ അവിടെ നിന്ന് മേടിക്കാണ്ട് പോന്നു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറിടാനും മാങ്ങയും നെല്ലിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ഉപ്പിലിടാൻ, നാരങ്ങയും മാങ്ങയും ഞാൻ അച്ചാറിടുക ചെയ്തത്. മാങ്ങ ഞാൻ 1-2 വാങ്ങുള്ളൂ. എനിക്ക് അപ്പോൾ അച്ചാറിട്ടിട്ട് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. മാങ്ങ ഇങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ആ കറുമുറാന്ന് നമ്മൾ ഈ സദ്യ അച്ചാറുണ്ടാവില്ലേ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിയിട്ടോ. അമ്പലത്തിൽ പോയി വന്നു. ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് പുണ്യാഹം തളിക്കാൻ വേണ്ടിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട് മൊത്തം പുണ്യാഹം തളിച്ചിട്ട് ഇനി വൃത്തിയാക്കണം. വൈകിട്ട് അടിച്ചോരി തുടച്ചതാണ്. അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ അടിച്ചോരി തുടക്കണമൊന്നുമില്ല. പുണ്യാഹം മൊത്തം തളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണം നമുക്ക്. ഞങ്ങൾ കഴിച്ചോളൂ. കാരണം കുട്ടിക്ക് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, അവനും തന്നെ വാങ്ങി മസാല ദോശ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവന് നീട്ടിട്ടുള്ളൂ, പല്ല് തേച്ച് മരുന്ന് കൊടുത്തിട്ട് ഇത് ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നൊരു ഫുൾ ടൈം ലൈഫാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. പുണ്യാഹമൊക്കെ എല്ലായിടത്തും അങ്ങോട്ട് തളിക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ മാറി വന്ന് കണ്ണൻകുട്ടി ചായ കുടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മേലൊക്കെ തളിക്കുമ്പോൾ അവൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും പുണ്യാഹം തളിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വൃത്തിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ മുന്നേ 40 വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ പുണ്യാഹം കൂടെ കൊണ്ടുവന്ന് തളിച്ചതാണ്. 40 തളിച്ചാൽ മതി. എന്നിട്ടാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പല വീഡിയോയിലോ പോയില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലായിടത്തും ഇതൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാമു വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാം കേട്ടോ. ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ പരാഗന്ന് റണ്ണിങ് മെറ്റീരിയൽ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ കുട്ടിയും വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതും ഒരു ഫ്രോക്ക് പോലെയാണ് ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ഒരു വട്ട് എന്ന് പറയുന്നത് മുന്നേ സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതിട്ട് മടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധാ ടോപ്പ് ആക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ ഏതൊക്കെയോ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ബ്ലാക്കിൽ കൈൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെയൊക്കെ ലൈസ് വെച്ചിട്ട്. അപ്പോൾ ആ കുട്ടി എനിക്ക് അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരൂ. ആ കുട്ടി വരണത് കോഴിക്കോടാണ്. പക്ഷേ എനിക്ക് ഈ മെഷർമെൻറ്റ് എടുത്തിട്ടില്ലേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കിങ്ങനെ കണ്ടും ഇങ്ങനെയുള്ളൊരു ഇതിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അളവ് ഒരു ടോപ്പ് കിട്ടണം. അപ്പോൾ പക്ക അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആയി. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായിട്ടോ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. അവർക്ക് അത്ര ഇഷ്ടമായി ആ ടോപ്പ്. അത് കാരണം അപ്പോൾ ഇതും അതുപോലെ ഒരു ടോപ്പാണ് കേട്ടോ. അധികം റേറ്റൊന്നുമില്ല. 60 രൂപയുള്ള ആ ഒരു തുണിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ലാഭമാണ് കേട്ടോ. ഒരു കാലത്തും കേട് വരില്ല. ഈ ഒരു ഇതിന് പറയുക ജോർജറ്റ ഷിഫോൺ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കിച്ചാൽ മാങ്ങയും നെല്ലിക്കയും എല്ലാവരും ഒരു പാത്രത്തിലാക്കി വെച്ചു. നമ്മുടെ ഓയിൽ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അത് ഇതാ ഒരു പാത്രത്തിലാക്കുകയും ചെയ്തു കേട്ടോ. ഈ ഓയിലിൻ്റെ നമ്മുടെ വീട്ടിൽ ആദ്യം മുതലേ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുക. ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ വില അറിയണ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓയിലാണ്. ഈ ഓയിലിൻ്റെ ഒരു രുചി പറ്റിയിട്ടല്ല, പിന്നെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ടും ഇതൊരു തീ വില ആയതുകൊണ്ടും വെളിച്ചെണ്ണയുടെ തീ വില ആയതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വെളിച്ചെണ്ണയിൽ മാത്രം വറുത്തിടേണ്ട കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടണം. അത് മാത്രം ഞാൻ വെളിച്ചെണ്ണ പിശുക്കിയൊക്കെ എടുത്തിട്ട്, എനിക്കാണെങ്കിൽ എണ്ണ കുറച്ച് നല്ലോണം യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ കേട്ടോ. ഒരു പൊട്ടക്കാരിയാണെങ്കിലും എനിക്ക് എന്തോ എണ്ണ ഇങ്ങനെ പിശുക്കി എടുക്കുമ്പോൾ എന്തോ പോലെ തോന്നും. ഇന്ത്യയിൽ നിന്ന് നല്ല ധാരാളമായിട്ട് ചിലവാകും. പിന്നെ ചെമ്മീനല്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചത്, എന്തായിരുന്നു ഭഗവാനെ അത് ചൂര ഇന്നലത്തെ വറുത്തതിൻ്റെ ബാക്കി മസാല പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുക്കാൻ വേണ്ടി തണുപ്പ് മാറ്റാൻ വേണ്ടി പുറത്തേക്ക് വെച്ചു. ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ തലേ ദിവസം. അപ്പോൾ ഇതുകൊണ്ടൊരു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കരുതി ചൂര വറക്കാം, നമുക്ക് ചീരയും പരിപ്പും ഇട്ടിട്ട് കറി വെച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ കൂടെ ഉള്ളൊരു ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് തലേ ദിവസത്തെ ചൂരക്കറി ഇരിക്കുന്നുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം, മീൻ വറുക്കുകയും ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ ഒരു പിടി മാറ്റി വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ചീരയും പരിപ്പും കൂടെ കറി വെക്കാം എന്നുള്ളൊരു പ്ലാനിലെത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് കുനുകുനാന്ന് ഉപ്പേരിക്കും കറിക്കും എല്ലാം അതിൽ ഒരുമിച്ച് അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ട് ബാക്കി നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് നാളേക്കുള്ളത് ഒരു പിടി മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരിക്കുള്ളതാണ്, ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചീര. അരിഞ്ഞിട്ടാണ് ഞാൻ കഴുകാറ് കേട്ടോ. കഴുകിയിട്ട് അരിയുമ്പോൾ എനിക്ക് അവിടെ ആകെ വെള്ളമായിട്ടാണ്. ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിക്കോളും. അപ്പോഴേക്കും അതിൻ്റെ അഴുക്കൊക്കെ പോവും. ശരിക്കും കഴുകി കഴിഞ്ഞിട്ടാണ് അരിയാന്നാണ് തോന്നുന്നത്. എന്തായാലും വീട്ടിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് എന്നിട്ട് പകുതി മാറ്റി വെച്ചു. പകുതിയില്ല, ഒരു ലേശം കറിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് 3/4 ഭാഗത്തോളം നമ്മൾ ഉപ്പേരിക്കുള്ളത് എടുത്തു.
ഇനി അതിലേക്കുള്ള കൊച്ചുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ കുത്തി ചതയ്ക്കാനുള്ള ചെറിയുള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കണകുട്ടി അവിടെ വന്ന് നിൽക്കേണ്ട, അവനോട് ഇരിക്കും. ഞങ്ങളൊക്കെ ഇവിടെ ആകുമ്പോൾ അവനവിടെ കിടക്കുമ്പോൾ പാടാണ്. ഇപ്പം കാലിന് നല്ല കുറവുണ്ട് ആൾക്ക്, കുഴപ്പമൊന്നുമില്ല, ചവിട്ടി കുത്തി നടക്കണമൊക്കെ ഉണ്ട്. ഈ കാലിൻ്റെ അടിയിൽ വരുന്ന കാരണം പാദത്തിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു മൂർധാവ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവമില്ലോ കാലിൻ്റെ ഈ ഒരു മർമ്മം, ആ സംഭവ സ്ഥലത്താണ് മുറിയായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉണങ്ങാൻ കുറച്ച് പാട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെറുള്ളി വെളുത്തുള്ളി ഇത് ഉണ്ടാക്കൽ കുറച്ച് ടാസ്ക് പരിപാടി. ഇത് ഉണ്ടാക്കാൻ വേണ്ടി കണ്ണൻകുട്ടി ആയാലും പൂജിട്ടി ആയാലും കൂടാറുണ്ട് കേട്ടോ. ഈ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇത് കുറച്ച് വലുത് നോക്കി പെറുക്കി ഇടിപ്പിക്കും ഞാൻ കടക്കാരൻ്റെ അടുത്ത്. എനിക്ക് സ്വതവേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി മടി. അതിൻ്റെ ഇടയിൽ കൂടെ കുനുകുനാന്നും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാന്താ. ഞാൻ പിള്ളേർക്ക് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് നാളെ എന്നത് ചെയ്യണം അല്ലെങ്കിൽ പുറത്ത് പോകാണ്ട്, അപ്പോൾ വീഡിയോ എടുക്കൽ നമ്മൾ ഈ യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം മുട്ടിപ്പോവും, വ്യൂസ് കുറയും. അപ്പോൾ പിന്നെ നമുക്ക് വരുമാനം കിട്ടില്ല. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഈ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇനി ഉഴപ്പമല്ല, നമുക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പോകേണ്ട ഒരു സ്ഥലത്ത് ഞാൻ തന്നെ പോകണം. അപ്പോൾ ആ സമയത്ത് എനിക്കിത് എഡിറ്റ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്തിട്ട് പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം അവിടെ കഴിയുകയും ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോകാനും പറ്റില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് വീഡിയോ ഇടേണ്ട സമയം വൈകും. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ഇട്ടോളണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജോലിയാണ്. നമുക്കിതിന്ന് വരുമാനം കിട്ടുന്നതാണ്. നമുക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട്, അത് ഏത് സ്ഥലത്തും അങ്ങനെ തന്നെ, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുകയാണെങ്കിലും കറക്റ്റ് ആ ടൈമിൽ നമ്മളവിടെ എത്തിക്കൊള്ളണമല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോളണമല്ലോ. അതുപോലെ തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് ഒരു 10 രൂപ വരുമാനമൊന്നും കിട്ടില്ല. ഇതിൽ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പട്ടിപ്പണി സംഭവമാണ് ഇത്. പക്ഷേ ചെയ്യുമ്പോൾ നല്ലതാണ്. വീട്ടമ്മമാരായാലും നമ്മൾ വെറുതെ ഇരിക്കണവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ കുഞ്ഞു വീഡിയോസ് ഷോർട്സും ആയിട്ട് ആദ്യം എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് അങ്ങനെ പോയപ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടവും പാഷനൊക്കെ വേണം കേട്ടോ. നമുക്കതൊരു ഒരു പ്രയാസവും ഇല്ലാത്ത പണിയാണെന്ന് ഒരിക്കലും പറയില്ല. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലോണം പട്ടിപ്പണി എടുക്കണം. നമ്മൾ നല്ല രീതിക്ക് ചെയ്യേണ്ടി വരും. ചിലവർക്ക് അത് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമാവില്ല. രണ്ട് ഭാഗം ഉണ്ടല്ലോ. നമുക്ക് ചില ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. ഇങ്ങനെയൊക്കെയും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാലും ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, നമുക്കൊരു 10 രൂപ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇതിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മേലെ ആളുണ്ടാവും, താഴെ വെച്ചാൽ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ അതിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെയാണെങ്കിലും പിന്നെ HR HM അവരൊക്കെയും നമ്മളെ ഭരിക്കുമല്ലോ. ഭരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുമല്ലോ. ഇതിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മുതലാളി തൊഴിലാളിയൊക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യണത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. ആരെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് വീഡിയോടെ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കിതുകൊണ്ട് കാര്യങ്ങളുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അയ്യോ ഇനിയിപ്പോൾ ഇതെങ്ങനെ എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഫോണിലുണ്ട് നമുക്ക് A to Z കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ എന്താക്കി, നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് ആക്കി വെച്ചു. ഇപ്പുറത്ത് ഉപ്പേരിക്കുള്ള ചട്ടിയാണ് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചിയിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഇപ്പോൾ പിന്നെ എണ്ണയുടെ വില ആലോചിച്ചിട്ട് പപ്പടം കാച്ചി എണ്ണയിൽ ഉപ്പേരി ഉണ്ടാക്കില്ല എന്നൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ പപ്പടം കാച്ച അപ്പുറത്ത് മീൻ വറുക്കാനും വെക്കാം. അങ്ങനെ ആണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഞാനില്ലേ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഷോർട്സ് വണ്ടിയിലിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഒച്ചയില്ലാത്ത ആളില്ലാത്ത ബഹളമില്ലാത്ത സ്ഥലത്ത് നിന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ വോയിസ് ഓവർ കൊടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത ദിവസങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഷോർട്സൊക്കെ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഷോർട്സെങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതെന്താ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. ഇപ്പോൾ പറയണവർ അറിയോ എന്താ ഇപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് ഇട്ടിട്ടില്ലെങ്കിൽ വലിയ പാടാണ്. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടത് അവിടെ പോയില്ലേ, അത് കാരണമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഇടണം. അപ്പോൾ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വീട്ടുകാരാണെങ്കിലും ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും എടി അത് ചെയ്തോ അല്ലെങ്കിൽ മാറി അവരൊരു സ്പേസ് തരും എനിക്ക്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിലൊക്കെ. അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ഉപ്പേരിക്കുള്ള ചട്ടിയിൽ നമ്മുടെ പപ്പടം കാച്ചി എണ്ണയിൽ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ചീനമുളക് ചതച്ചത് ഇട്ടുകൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചീര ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി നാളികേരം ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉപ്പേരിയിൽ നാളികേരം ഇടുന്നത്. ഷാജേട്ടൻ ഉണ്ടെങ്കിൽ ഷാജേട്ടന് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഇടാറുണ്ട് കേട്ടോ. ഷാജേട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങളത് അവർക്കുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഞങ്ങൾക്കുള്ളത് ഇടുകയും ചെയ്യും. അപ്പോൾ ഉപ്പേരിക്കുള്ള കുറച്ച് നാളികേരം ഇട്ടിട്ട് തട്ടിപ്പൊത്തി അടച്ച് വെച്ചു. എന്നിട്ട് ഇത്തിരി നേരം ഒരു 2-3 സെക്കൻഡ് അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പേരി അങ്ങോട്ട് ഉപ്പേരിയല്ല സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ഉപ്പേരിയായി, മീൻ വറുത്തതായി, മീൻകറി ഓൾറെഡി തലേദിവസം ആക്കി വെച്ചതുണ്ട്, ചോറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ഒരു വിധമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങൾ 2-3-4 പാത്രങ്ങളുണ്ടായിരുന്നു, അത് കയ്യോടെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതൊക്കെ ഇട്ട് കഴുകി വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാൽ കൂടിപ്പോകും. ഈ ചിരവ ഇവിടെ ഇരിക്കണത് കുറച്ച് ആ നാളികേരം നമ്മൾ മുട്ടറുത്ത നാളികേരം, അത് പിന്നെ നമ്മൾ നോണിലേക്കൊന്നും ഉപയോഗിക്കില്ല, വെജിലേക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എനിക്ക് കൈ വേദന പ്രമാണിച്ചിട്ട് എൻ്റെ പൂജുട്ടി അതൊക്കെ ചിരകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം വീഡിയോയിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവളാണ് അത്രയും നാളികേരം ചിരകി തന്നത് എന്നുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കൈവേദന ആണെങ്കിലും ഞാൻ തന്നെയാണ് ഇവിടെ തേങ്ങ പൊളിക്കാറും ചിരകാറും ഒക്കെ. ഇപ്പം പിന്നെ എന്ത് കണ്ണുകുട്ടി പറഞ്ഞു അതിന് ചെയ്ത് കൊടുക്കടി ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ മോട്ടിവേഷനിൽ കയറിയിട്ട് ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ കൈവേദനയായിട്ട് ഇത്രയും നാളികേരം എൻ്റെ കുട്ടി ജനിച്ചതിൻ്റെ ശാന്തിയായിട്ടാണ് ചിരകി തരുന്നത്. കായ് അങ്ങോട്ട് പറയണ്ടേ, അല്ലെങ്കിൽ പറയും വിചാരിക്കൂലേ. അപ്പോൾ നാളികേരം ചിരകി തന്നു കാണുമ്പോൾ ഭയങ്കര മടിയാണ്. അതൊക്കെ ചിരകി തന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടല്ലേ മുട്ട അറുത്തേൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ചിരകിയിട്ട് നമുക്കൊരു ബോക്സിലാക്കിയാൽ വെജിറ്റബിൾ കറിക്ക് പിന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അങ്ങനത്തെ കാര്യത്തിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നോണിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ കുട്ടി അതൊക്കെ ചിരകി തന്നു. നിങ്ങൾ കാണണം എൻ്റെ കുട്ടിയുടെ ഒരു കഴിവ്, കഴിവുള്ളൊരു കുട്ടീനെ. അപ്പോൾ ഞാനത് പാത്രത്തിലാക്കട്ടെ. എന്തായാലും വീട്ടിൽ ഒരു 1000 ലഡു ഒപ്പം പൊട്ടിയ പോലെ കേട്ടോ. എനിക്ക് അത്രയും നാളികേരം ചിരകി കിട്ടിയപ്പോൾ അല്ലേ അയ്യോ ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഈ വേദന വെച്ചിരുന്ന് ചിരകണ്ടേന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനൊരു ബോക്സിൽ ഭദ്രമാക്കിയിട്ട് ഒരു തരി പോലും കളയാണ്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ രാവിലെ എടുത്തിട്ട് പുറത്ത് വയ്ക്കുക. തിരി കഴിയുമ്പോഴേക്കും അതിൻ്റെ തണുപ്പ് മാറി ആവശ്യമുള്ളത് എടുക്കുക, തിരിച്ച് ഫ്രീസറിൽ വയ്ക്കുക. ഒരു കേടും വരില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പൊട്ടയോ ചീത്തയോ ഒന്നുമില്ല. നമ്മൾ കൈയിട്ടെടുക്കരുത്. സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസറിൽ തന്നെ വെക്കണം. താഴെ തട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട് വരും. പിന്നെ അത് ഓഫ് ആവാതെ നോക്കണം ഫ്രിഡ്ജ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ തന്നെ അതില്ലേ ഐസ് നിറഞ്ഞിട്ടൊരു കഥയായിട്ടുണ്ട്. എൻ്റെ അവിടെയുള്ള ഒരു ഫ്രീസറിൻ്റെ ആ ഒരു ഇതില്ലേ എന്താ പറയുക ഡോറ് അത് പൊട്ടി പോന്നിട്ടുണ്ട്. അതിനിപ്പോൾ എങ്ങനെ വെക്കുക എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഐസ് തിങ്ങിക്കൊണ്ടാണേ. അപ്പം അതൊക്കെ വെച്ചിട്ട് ചിരട്ട എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂജിറ്റിയാണ്. അവൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരട്ട നമുക്ക് വിൽക്കാൻ മോളെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പുറത്ത് വേനൽക്കാലത്ത് അടുപ്പുണ്ടാക്കുമ്പോൾ നമുക്ക് കത്തിക്കാൻ വേണ്ടി എടുക്കാതൊക്കെയാണ് കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എല്ലാ ചിരട്ടകളും ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചാക്കിൽ ഒരു പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാക്കിലാക്കും. എന്നിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യാട്ടോ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്ത് വെക്കുന്ന പോലെ തന്നെ അപ്പോൾ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് പാടല്ലേ. പിന്നെ അതുമല്ല നമുക്ക് നല്ലതല്ലേ ചിരട്ട അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അടുപ്പുള്ള കാലത്ത് നമുക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിൽക്കുകയാണെങ്കിൽ വിൽക്കുകയും ചെയ്യാം, അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ ഒരു പാത്രത്തിൽ, ഉപ്പേരി ഒരു പാത്രത്തിൽ, എല്ലാം ചെറിയ പാത്രത്തിലാക്കിയിട്ട് വലിയ പാത്രങ്ങളൊക്കെ ഞാനത് കയ്യോടെ കഴുകി വയ്ക്കും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കിച്ചൺ കാണുമ്പോൾ ഒരു മെന കിട്ടാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള പാത്രത്തിലാക്കിയിട്ട് ഇതാ ഇതുപോലെ അടച്ച് വെക്കും. പപ്പടവും കാച്ചിയുണ്ടല്ലോ അതാ കുഞ്ഞു ബക്കറ്റിലേ നമ്മുടെ അടുത്ത കടയിൽ നിന്ന് തന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കടയില്ലേ അവിടെ പോയി സാധനം വാങ്ങാറില്ലേ നമ്മളപ്പോൾ ചില സമയങ്ങളിൽ അപ്പോൾ അവർ തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുഞ്ഞ് ഒരു ബക്കറ്റ്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഞാൻ വറ്റൽമുളക് ഇട്ട് വെച്ചിരിക്കുക, ഒരെണ്ണം ഞങ്ങൾക്ക് പപ്പടം കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ടും. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ കണ്ണുകുട്ടി എന്തോ അവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുള്ളി എന്തോ ഉണ്ടാക്കി തരാമെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല. അവിടെ എന്തോ ഒരു ചെപ്പിടി വിദ്യ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു മാങ്ങ നമ്മളന്ന് ഷോർട്സിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മിഞ്ഞാന്നിട്ട് പച്ചമാങ്ങയും ചീനമുളകും ചെറിയുള്ളിയും കൂടെ അത് അവനും വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടായിരുന്നു. പിന്നെ കഴിക്കുമ്പോൾ കൊതി കണ്ടിട്ടേ അപ്പോൾ അവനും കൂടെ ഉണ്ടാക്കി കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ബാക്കി ഇനി എല്ലാ ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയില്ലോ. ഇനി വിശക്കുണ്ടെങ്കിൽ അപ്പം ഇരുന്ന് കഴിക്കും. അതിൻ്റെ മുന്നേ നമ്മൾ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കും. ലൈവ് പോകാനുള്ള ദിവസമാണെങ്കിൽ പിന്നെ ആ സമയമാകുമ്പോഴേക്കും ഷോർട്സും കാര്യങ്ങളൊക്കെ ആക്കി വെക്കും. ഇപ്പോൾ ഇങ്ങനെ ഒന്നരാടം ആവുകൊണ്ട് ലോങ് വീഡിയോ ആവുകൊണ്ട് എനിക്ക് കുറച്ച് ശ്വാസം വിടാനൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഡെയിലി ഓരോ ലോങ് വീഡിയോ ഈ 3 ഷോർട്സും ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ ശ്വാസം മുട്ടിയായിരുന്നു. അതുപോലെ ലൈവും എല്ലാം കൂടെ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ട്, അതുകൊണ്ടല്ല, പക്ഷെ നമുക്കൊരു സ്പേസ് കിട്ടണില്ല നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാവുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകണമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. ഒരു ദിവസം നമുക്ക് പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷോർട്സുകൾ എടുത്ത് വെക്കാനൊക്കെ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടും ഒരു പ്രാവശ്യം കൂടെ തുടച്ചിട്ട് ആ ഒരു തുടപ്പ് ഒന്ന് ഊരിപ്പിഴിഞ്ഞ് അവിടെ മടക്കി അങ്ങോട്ട് ഇട്ടു. പിന്നെ ഒരു സമാധാനമായി, എല്ലായിടവും കഴിഞ്ഞില്ല. ഇനി അടുക്കള അങ്ങോട്ട് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുഭമായി. വൈകിട്ടാണ് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാറ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എങ്ങാനും വല്ല കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, പ്ലാൻ ചെയ്യുമല്ലോ, നാളെ ഇന്നതുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് പോകും. നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ 3 മണിക്ക് എത്തുമെന്ന് വിചാരിച്ച് പോണ കാര്യങ്ങൾ ചിലപ്പോൾ 6:30 7 മണിക്ക് ആയാലും എത്തേണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോവുക കേട്ടോ. അത് അല്ലാണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് അമളി പറ്റാറുണ്ട്. പിന്നെ ഇത്രയും നമ്മൾ ടയേർഡായി പുറത്ത് പോയി ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഇവിടുത്തെ കാര്യം ഒരാളും ചെയ്തു തരാറില്ലല്ലോ.
അപ്പം അത് തല കുത്തി വീട് ഇങ്ങോട്ട് വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ ഹാലിളകും, ചടപ്പാവും. അപ്പോൾ വീട് അങ്ങോട്ട് വൃത്തി നീറ്റാക്കിയിട്ടിട്ട് എവിടെ പോയി വരികയാണെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ വീട്ടിലോ ചേച്ചിയുടെ വീട്ടിലോ ആരോ വീട്ടിൽ പോവുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നീറ്റാക്കിയിട്ട് വൃത്തിയാക്കി ഒതുക്കിയിട്ടിട്ടാണ് പോവുക. പിന്നെ കയറി വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ, നല്ല സമാധാനമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറെടുത്തു, നമ്മുടെ മാങ്ങച്ചാറ്, ഉപ്പേരി, പിന്നെ ചൂരക്കറി, മീൻ വറുത്തത്. അയ്യോ ചൂരക്കറി ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ, സീനാണ്. അതെല്ലാവർക്കും അറിയാം ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊക്കെ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ മീൻകറിയാണ്. തലേ ദിവസത്തെ മീൻകറി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം കഴിക്കണേക്കാളും രസം പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കിടുമായിരുന്നു. ഞാനും പൂച്ചുട്ടിയും കണ്ണൻകുട്ടിയും കൂടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് അവളും കൂടെ വന്നിരിക്കും. ഇതവനിങ്ങനെ ഒന്നില്ലെങ്കിൽ വാരി കൊടുക്കുക, കുഴച്ചു. ഇത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ വാരി തന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്. അവിടെ പോയാൽ അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം അമ്മേനെ കൊണ്ട് അത് എന്തോ ഒരു വല്ലാത്തൊരു ഫീലും ടേസ്റ്റും ഒക്കെയാണ്. അത് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർ ചോദിക്കും എന്താ അപ്പം അത് കഥ ഇത്ര പോകുന്നില്ലേ എന്നൊക്കെ. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അമ്മേനെ കൊണ്ടോ അല്ലെങ്കിൽ അച്ഛയെ കൊണ്ടോ നിങ്ങളൊന്ന് വാരി ഒന്ന് ഒരാൾ വാരി തന്നിട്ട് കഴിച്ചു നോക്കൂ. ഭയങ്കര അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാവണം കേട്ടോ. നമ്മുടെ അമ്മ അച്ഛയൊക്കെ വാരി തരുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ വേറെ ആര് വാരി തന്നാലും ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ അവനതൊക്കെ കുഴച്ച് കൊടുത്തു. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി വൈകുന്നേരം ആയപ്പോഴേക്കും ഇനി എല്ലായിടും ഒന്ന് അടിച്ചു വരാൻ വിചാരിച്ചു. നമ്മുടെ ഈ വിളക്ക് വെക്കുന്ന ഇവിടെയൊക്കെ അല്ലേ പെട്ടെന്ന് മാറാല പിടിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അല്ലേ. അപ്പോൾ അത് കാരണം അവിടുത്തെ മാറാല വേഗം അങ്ങോട്ട് തട്ടാം. ഇനി നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ച് 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടെ ഇവിടെ അലമ്പായിട്ടുണ്ട്. വേണ്ടാത്ത സാധനങ്ങൾ മാറ്റാണ്ട് അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് വേണ്ട എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മതി. നമ്മൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ വേണ്ടാത്ത സംഭവങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കണേക്കാളും നല്ലത് അതൊക്കെ ഒഴിവാക്കണതല്ലേ. അപ്പോൾ അത് കാരണം നമ്മുടെ മനസ്സിൽ നിന്നായാലും നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാത്തിനും അത് നല്ലതാണ്. എല്ലാം നമ്മളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് പുതിയൊരു വർഷത്തെ വരവേൽക്കല്ലേ. ആ വരവേൽക്കൽ പ്രമാണിച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. അത് അപ്പം ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ മൊത്തത്തിലൊന്നും അങ്ങോട്ട് പുറത്തോട്ട് നമ്മുടെ റൂമിൽ കാര്യത്തിൽ മാറാല സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി വയ്ക്കാണ്ട് നമ്മുടെ എനിക്ക് അങ്ങനെ എപ്പോഴും ഒരു വട്ട് കേസുള്ളതാണ്. ഈ ടേബിളൊന്ന് അപ്പുറത്ത് മാറ്റിയിടുക, കട്ടിലൊന്ന് തിരിച്ചിടുക മറിച്ചിടുക, അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ റൂം ഒരു പുതിയൊരു റൂം പോലൊക്കെ തോന്നും. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. പിന്നെ അത് ചടയ്ക്കുമ്പോൾ പിന്നെ ഒന്ന് തിരിച്ചും മറിച്ചിടും, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ പുതിയത് വാങ്ങി വീട്ടിൽ കൊടുന്ന് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. കുഞ്ഞു സാധനങ്ങളായാലും മതി. ഇപ്പം നമ്മൾ അന്നാൾ ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ കിച്ചണിൽ കത്തിച്ച് വെക്കുമ്പോഴേക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാവും. നമുക്ക് ചടപ്പുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ നമുക്കത് മടിയാണ്. ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് ചെയ്യാൻ നോക്കി നോക്കൂ, നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലായിടും മാറാല തട്ടി. സ്റ്റെപ്പ് അടിച്ചു വരാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. ഒന്നാമത് ഈ ഒരു ചൂല് ഇത് നേരത്തെ എനിക്ക് വാങ്ങാൻ തോന്നിയതാണോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇത് കേട് വരുന്നില്ല. ഇതൊരു ഈര പോലത്തെയാണ് അതിൻ്റെ ഒരു ചൂല് വന്നിട്ടേ. അപ്പോൾ അത് കാരണം അത് കേട് വരില്ല. ഇതിനകത്ത് എല്ലാ വേസ്റ്റും ചുറ്റി പഠിച്ച് അള്ളി പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ പൊടികൾ പോവില്ല. എന്നിട്ട് കടന്ന് പാടുപെടണം. കുറച്ച് നേരത്തെ പാടം അടിച്ചു വരാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഈ കൈവേദന കാരണം പെട്ടെന്നൊന്ന് തീർത്താൽ മതി എന്ന് നിൽക്കുമ്പോഴായിരിക്കും ഈ വക സാധനങ്ങൾ കയ്യിലകത്ത് കൊടുക്കുക. എന്നിട്ട് അത് ആദ്യം ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ അടിച്ചു. നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറയണ്ടല്ലോ. 2 പെണ്ണുങ്ങളുള്ള വീടല്ലേ, ഒരു പെൺകുട്ടി ഞാനൊരു തള്ള ഉള്ള വീടല്ലേ. അപ്പോൾ അത് കാരണം മുടി നല്ലോണം കൊഴിയുണ്ട് കേട്ടോ. കുഴൽ വെള്ളം ആയതുകൊണ്ടേ അതിങ്ങോട്ട് ഇതിൻ്റെ ഇടയിൽ ചുറ്റി പിടിക്കുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കും. അങ്ങനെയൊക്കെ കൂടെ ഒരുവിധം നമ്മൾ അടിച്ചുവാരൽ പരിപാടികൾ ഇതാ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഒരുവിധം അങ്ങോട്ട് തീരുമാനമായിട്ടുണ്ട്. ആ ഇരിക്കുന്ന കുഞ്ഞ ബക്കറ്റിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കണ്ടോ, ഇത് നിറയുമ്പോൾ താഴെയുള്ള ചാക്കിലേക്ക് ഞാനത് മാറ്റും. അത് നിറയുമ്പോൾ നമ്മൾ ഈ വരുന്ന ചേച്ചിമാർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും താഴെ ഇരിക്കുന്നതിലാണ് നമ്മുടെ ചിരട്ട വന്നിട്ട്. പിന്നെ ഇവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ പൊന്ത വെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഈ ഒരു സംഭവം വെട്ടാൻ വേണ്ടി ആരും കിട്ടിയിട്ടില്ല കേട്ടോ. ഓണർ താത്തൊക്കെ കുറേ പ്രാവശ്യമായി അവർ ചോദിക്കുന്നു പണിക്കാരെയും അവരൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ പണിക്കാരെ കിട്ടണില്ല. അത് കാരണം ഭയങ്കര പേടി എനിക്കിവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും പൊന്ത വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുല്ല് വളർന്നിട്ട് ഇങ്ങോട്ട് ഒരാൾക്ക് ആവാറായിട്ടുണ്ട്. അത് കാരണം ഇവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെയൊക്കെ ഞാൻ ചെത്തി കൊടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആൾ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താങ്ങി തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും കൂടെ ഇടങ്ങറാക്കി എൻ്റെ കൈക്ക് പണി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ആളെയൊന്നും കാണാനില്ല. അതൊരു ഇപ്പോൾ എന്താ പറയുക 2-3 ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ വലിയ സമാധാനം. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ്റെ സമയമൊക്കെ എല്ലാ സമയത്തിന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴേക്കും ഇതൊന്ന് വന്ന് ശരിയായി കിട്ടിയാൽ വലിയ സമാധാനമായിരുന്നേ.
പിന്നെ മോപ്പന്നെ വെച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു തോർത്തില്ലേ, പഴയ തോർത്തൊക്കെ ഒഴിവാക്കി ഇത് ടർക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ ബനിയനൊക്കെ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഞാൻ അതിന് മെനക്കെട്ടില്ല. ഈ ഒരു മോപ്പ് വെച്ചിട്ട് തന്നെ എല്ലായിടവും കൂടെ തുടച്ചെടുത്തു. ഇവിടെയൊക്കെ ഞാൻ മണി പ്ലാന്റ് വെച്ചത് എന്താ അറിയോ, ഈ പച്ചപ്പ് ഹരിതാപം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ച കളർ കാണുന്നത്, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ മണി പ്ലാന്റ് വെക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും മണി പ്ലാന്റ് വെച്ചാൽ പൈസ വരും. അപ്പോൾ ഞാൻ നമ്മുടെ പൈസ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇനി വെക്കാൻ സ്ഥലമില്ലാണ്ട് ഞങ്ങൾ ഇനി വേറൊരു വീട് എടുത്താലോ എന്ന് അടക്കം വിചാരിച്ചിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇത് വെക്കണത്, അതുകൊണ്ടാണ്. ആ ഇരിക്കുന്ന ബോക്സ് എന്താണെന്ന് അറിയോ, നമ്മുടെ ഷൂ റാക്കാണ് കേട്ടോ. സൂപ്പർ സീൻ സാധനമാണ്. ഞാൻ കാണിക്കാം ഇനി അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഞാൻ എടുത്ത് പൊട്ടിച്ചിട്ടില്ല, അത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് വെച്ചിട്ടുണ്ട്. ചെരുപ്പൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാവും നമ്മുടെ വീട്ടിൽ കിടക്കുക. കണ്ണൻകുട്ടിയുടെ തന്നെ വെച്ചാൽ പൂജട്ടിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചെരുപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു 3-4 ചെരുപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് 2 ചെരുപ്പുണ്ടേ. ഞങ്ങൾ അതിൻ്റെ മുന്നേ ഒരെണ്ണം ചെരുപ്പ്, എൻ്റെ ചെരുപ്പ് പൊട്ടിയപ്പോൾ ഒരു 150 രൂപയുടെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇനി ഒന്ന് തുന്നിക്കണം. പിന്നെ ഇപ്പോൾ ആ ചെരുപ്പ് പൊട്ടിയത് മാറ്റി തന്നപ്പോൾ അങ്ങനെയൊക്കെ 2 ചെരുപ്പായി. അല്ലാതെ ഒരുപാട് ചെരുപ്പൊന്നും ആയിരിക്കുമല്ലോ. പിന്നെയും കണ്ണൻകുട്ടിക്കാണ് ചെരുപ്പുകൾ 2-3 ഉണ്ടാവുക, ഷൂസായിട്ടും പിന്നെ അവൻ്റെ സാധാരണ ചെരുപ്പായിട്ടും. പിന്നെ ഒന്ന് പൊട്ടുമ്പോഴേക്കും വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് അവനാണ് വീട്ടിൽ 2-3 ഉണ്ടാവുക. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടുത്തിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മുറ്റത്തും ഇങ്ങടെ പരന്നാ കിടക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു ഷൂ റാക്ക് ഭയങ്കര ഒരു എന്താ പറയുക യൂസ്ഫുള്ളായി. ഇപ്പോൾ ഇനി അടിച്ചു വാരി തുടക്കൽ ടപ്പേ തന്നെ തീർത്തിട്ട് ഞങ്ങൾ തോട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇവിടെ നിന്നാകുമ്പോൾ ഈ സമയത്ത് ചേച്ചിമാരൊന്നും എത്തില്ല. ഒരു 4:30 ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലും ഉണ്ടാവാറുണ്ട് ആ സമയത്ത്. പക്ഷേ ഇന്ന് നല്ല മൂടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 4:30 ആയപ്പോഴേക്കും വേഗം അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞിട്ട് ഓടി 4:45 ആയിട്ടുണ്ടാവും. ഇപ്പോൾ എന്നിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തിരുമ്പി പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ തോട്ടിലും കുളത്തിലൊക്കെ ആയാൽ അങ്ങനെ തന്നെ അല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച് സോപ്പ് വെള്ളം കലക്കി അതിൽ ഇത് മുക്കി വെച്ച് പിന്നെ ഒരു വെള്ളം എടുത്ത് അത് കഴിഞ്ഞ് 2 ഊരിപ്പിടിയൽ കഴിയുമ്പോഴേക്കും തന്നെ ഒരുപാട് ടൈം അങ്ങനെ പോകും. ഇതാവുമ്പോൾ നമുക്ക് വൃത്തിയിൽ തിരുമ്പി ഊരിപ്പിഴിഞ്ഞ് പോരാൻ വേണ്ടിയിട്ട് പറ്റും. 2 ബക്കറ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം 2-3 ദിവസത്തെ തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ പെറുക്കിയെടുത്തു. വൈറ്റ് അളക്ക് ആദ്യം തന്നെ തല്ലി തിരുമ്പി മാറ്റി വെച്ചു. അതിലിനി കളർ പിടിക്കും. എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ. ശ്രദ്ധ ഇല്ലാണ്ട് അതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും കളർ പിടിക്കും. അപ്പോൾ ഒരു സമാധാനമാവും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ വൈറ്റൊക്കെ ആദ്യം അങ്ങോട്ട് തിരുമ്പാൻ വിചാരിച്ചു. മുന്നൊക്കെ ഇവിടേക്ക് ആണ്ടിൽ സംക്രാന്തിക്കാട്ടോ വരുന്നായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അതിൻ്റെ അപ്പുറം തന്നെ നമ്മുടെ വീട്. തിരുമ്പാങ്കല്ല് വീട്ടിൽ കിട്ടിയതിൻ്റെ ശേഷം നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഉടായ്പ തിരുമ്പാങ്കല്ല് ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ എനിക്ക് തോട്ടിൽ വരാൻ മടിയാണ്. മറ്റേത് എന്നും നമ്മൾ വന്നാർന്നതല്ലേ. അപ്പോൾ എനിക്ക് തോന്നും വേണ്ട ഇപ്പോൾ ശനിയാഴ്ച ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുമ്പാന്നുള്ളത്. എന്താ വെച്ചാൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പണിക്ക് പോയി വരുന്ന ചേച്ചിമാരൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നമ്മളും കൂടെ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. എന്താ വെച്ചാൽ അവർ ആ ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന സമയമല്ല അത് കാരണം. ഇപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും വേഗം എൻ്റെ തിരുമ്പൽ കഴിഞ്ഞ് ഊരി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടി. അവിടെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥലം മാറി കൊടുത്തു. എന്താ വെച്ചാൽ അവരൊക്കെ അവിടെ പ്രായമുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഇൻ്റെതൊക്കെ കൂടെ വാരിപ്പെറുക്കി ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒലുമ്പി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഇതിങ്ങോട്ട് ഇതാ ഈ നടന്ന് വരേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ വീടും തോടുമായിട്ട് കേട്ടോ. ചില ദിവസങ്ങൾ അവിടെ പോയിരിക്കാറുണ്ട് ഉച്ചയ്ക്കൊക്കെ. ഒരാളും ഉണ്ടാവില്ല. നല്ല രസമാണ് പോയിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ബുക്കൊക്കെ എടുത്തിരുന്ന് അവിടെ നിന്ന് വായിച്ചാലുണ്ടല്ലോ പൊന്നു മക്കളെ നമ്മുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയി പോകും. ആ ഒരു വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പാടും തോടും ഒക്കെ ഉള്ളത് തന്നെ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരുമ്പി പോന്നു. ഇനി ഇത് വിരിച്ചിടുക എന്നുള്ളത് വലിയ ടാസ്ക്. അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ഉണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്ക് ഇത് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു പൈപ്പായിരുന്നു. ഇത് ഓർമ്മ ഉണ്ടായിരുന്നില്ല പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പഴയ റെൻ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തത്. പിന്നെ ഇത് മേലെ നമ്മൾ അന്നാൾ ക്ലീൻ ചെയ്തപ്പോൾ ഇതിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ ഓസ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടേക്കൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ പയറിലൊക്കെ പയറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. 2-3 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്നും കൂടെ വെള്ളമൊക്കെ കൊടുത്ത് അവർക്കുള്ള ദാഹമൊക്കെ മാറ്റി കൊടുത്തിട്ട് വേഗം പോയി കുളിച്ച് വന്നിട്ട് ഇനി ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിൽ നനയ്ക്കുകയാണ് കേട്ടോ. പിള്ളേർ പറഞ്ഞു അവിൽ നനച്ചാൽ മതി. ഇവിടെ അവിൽ നനച്ചത് ഇഷ്ടമാണ്. എനിക്കത് എപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും കിട്ടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ശർക്കര നല്ലോണം ഇടണം. ശർക്കര പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ, പഞ്ചസാരേനെക്കാട്ടിലും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അല്ല കേട്ടോ, ഹെൽത്തി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഫുഡ് കഴിക്കുക. ചുമ്മാ നിങ്ങോട്ട് തള്ളിയെന്നുള്ളൂ. കുറച്ചധികം ഞാൻ നാളികേരം എടുത്തു. നമ്മുടെ പൂജമ്മ നാളികേരം ചിരകി തന്നതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാവിഷായിട്ട് എടുത്തു. ഉള്ള എന്താ പറയുക ഈ സാധനം അവിൽ അത് മൊത്തത്തിലെടുത്തോളാൻ പറഞ്ഞു. വിശക്കുണ്ട് എല്ലാവർക്കും, അവർ കഴിച്ചോളും പറഞ്ഞപ്പോൾ മൊത്തത്തിലെടുത്തു. ശർക്കര ഇങ്ങനെ ചീകി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ ഉരുക്കി അങ്ങനെ ഒഴിക്കാനൊന്നും നിന്നില്ല. ഇങ്ങനെ തന്നെ ചീകി ഇട്ട് കൊടുത്തു. ലേശം ഒരു ഏലക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഭയങ്കരമായിട്ട് മട്ടിപ്പ് വരും. എനിക്കത് മട്ടിപ്പ് വരും. അതിനെ ഞാൻ ഏലക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നാളികേരും ശർക്കരയും
നമ്മുടെ അവിലും ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൈ വെച്ച് ഇങ്ങനെ കുഴയ്ക്കണം കേട്ടോ. അതാണ് ഇത്തിരിയും കൂടെ ടേസ്റ്റ് വരിക. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചത്. ചായക്ക് വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുത്തു, പാകത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഉമ്മറത്ത് പോയിരുന്നിട്ട് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പഞ്ചസാരയ്ക്ക് ചിലവ്, ഞാൻ ചായ കുടിക്കുന്ന ചിലവ്, പിന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരു പായസം. അല്ല, പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ ഈ അവൽ നനയ്ക്കുന്ന കണ്ടപ്പോൾ പൂച്ചിട്ട് പറഞ്ഞു അന്നാൾ ഉണ്ടാക്കിയില്ലേ അവൽ പായസം, കിട്ടു ടേസ്റ്റാണ് കേട്ടോ മക്കളെ. ഞാനതിൻ്റെ ഷോർട്സ് കുറച്ച് മുന്നേ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോയിൽ ഇട്ടിട്ടില്ല തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു അവൽ പായസം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അവൾ അതുപോലെ ഒന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇടും. എനിക്ക് ചായയിൽ നല്ല മധുരം വേണം, അപ്പോൾ അത് കാരണം ഇത്തിരി എടുത്തു. ബാക്കി അവിടെ തന്നെ എടുത്ത് വെച്ചിട്ട് ചായ കൊണ്ട് ഇനി നമുക്ക് ഉമ്മർത്ത് പോയിരിക്കാം കേട്ടോ. എനിക്ക് ഈ ഫുഡൊക്കെ അല്ലേ പുറത്തിരുന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. കാക്കേനെയും പൂച്ചേനെയൊക്കെ നോക്കിയിരുന്ന് കഴിക്കാം. ഈ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പ്രാന്ത പിടിക്കും. ഷാജേട്ടനൊക്കെ എപ്പോഴും ചീത്ത അറിയാം, എന്തിനാ ഈ ഉമ്മർത്ത് വന്നിരുന്ന് ആരാളെ കാണിക്കാൻ വേണ്ടി വന്നിരുന്ന് കഴിക്കണമെന്നൊക്കെ ചോദിക്കും. കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കഴിക്കുക, ആളാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കഴിക്കണപ്പോൾ എന്താ അവരെ വീട്ടിൽ ചോറും കൂട്ടാനും ഇല്ലേ ചോദിക്കും ഞാൻ. അങ്ങനെ ഞങ്ങളിവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഷാജേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തും എന്താ പറയുക, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു പഴമൊഴി അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ആനല്ലാത്ത ആറാട്ട് അങ്ങനെയുള്ളൊരു സംഭവമായതുകൊണ്ട് ഉമ്മറത്തന്നെ വന്നിരുന്നു ഞങ്ങൾ മൂന്നാളിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചുട്ടീനെ നല്ലോണം ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാല പറയും, പിന്നെ അത് കയ്യാലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ പിന്നെ അടിയോട് അടി പൊടിയൊരു കഞ്ഞിയായിരിക്കും. ഇങ്ങനെ ഒരാളെ കളിയാക്കും, അപ്പോൾ ആൾ അപ്പുറത്താളെ കളിയാക്കും. ഈ കണക്കുട്ടി ഇങ്ങോട്ട് കളിയാക്കും, അവൻ അങ്ങോട്ട് കളിയാക്കുമ്പോൾ അവന് പ്രഷറാവും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ അടിയിൽ എത്തിക്കുന്നതിന് മുന്നേ അതങ്ങോട്ട് തീരുമാനത്തിലെത്തിക്കും. ഞാൻ ഈ നടുക്ക് ഇരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടിനെയും രണ്ട് ഭാഗത്താക്കി ഇരിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ട് അങ്ങടെ വീട്ടിൽ ഇത്രയും പോത്തും, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഒക്കെ അത് ചുറ്റും 24 മണിക്കൂർ അവരടിയെന്നല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കൊനിഷ്ഠ ഉണ്ടാക്കണം ഇടയ്ക്ക്. അപ്പോൾ അവർക്കൊരു സന്തോഷമാണ്. എന്നാലോ രണ്ടാളെ കാര്യത്തിൽ അവർ രണ്ടാളും ഭയങ്കര സെറ്റാണ്. ഒരാൾ അടിക്കുമ്പോഴേക്കും ഒരാൾ തുടങ്ങുമ്പോൾ വേണ്ട മോളൂ ചെയ്യണ്ട, പിന്നെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ നിൽക്കാനൊക്കെ ഉണ്ട്, സ്നേഹമുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു പിത്തനാങ്കണി ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ സെറ്റാവുകയും ചെയ്യും. പിന്നെ ഞാൻ വിളക്ക് വെക്കാൻ പോയപ്പോഴാണ്, നമ്മളിപ്പോൾ 10-15 ദിവസമായല്ലോ വിളക്കൊക്കെ കൊളുത്തിയിട്ട്. അപ്പോൾ പൂജുട്ടി ഇറങ്ങും, അതിൻ്റെ ഇടയിൽ വിളക്ക് വെച്ച ആൾ നിലവിളക്ക് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കളത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണുമ്പോൾ അതിനകത്ത് ആകെ കാര്യമാണ്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ വേഗം തന്നെ അത് എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ലോണം ഉരച്ച് മറ്റേത് നമ്മൾ ഈ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ഇത് ഉരച്ച് കഴുകാറുണ്ട്, ഡെയിലി ഒന്നും കഴുകാറില്ല കേട്ടോ. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ. അപ്പോൾ പിന്നെ വലിയ പാടുണ്ടായിരുന്നില്ല, ഭയങ്കര ആ ഒരു തിളക്കത്തിൽ അങ്ങനെ നിന്നായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. പിന്നെ എല്ലാം നല്ലോണം ഉരച്ച് കഴുകി നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. വൈകുന്നേരം വിളക്ക് വെച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്നിട്ട് ഇത്തിരി നേരം നാമം ചൊല്ലും കേട്ടോ. അത് ഞങ്ങളുടെ ചെറുതിലേ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ ശീലിപ്പിച്ച കാര്യമാണ്. ഇവിടെ പൂജുട്ടി ചെറുതിലൊക്കെ ഒരു അവൾക്ക് കുറച്ച് ഒരു 2.5-3 വയസ്സൊക്കെ ആകുമ്പോഴേ അവൾ നാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ഇരുന്ന് ചെല്ലി അവൾക്ക് ഭയങ്കര ശീലമാണ് അതൊക്കെ, നാമം ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം കുട്ടിക്ക് നാമം ചെല്ലാൻ അറിയെങ്കിലും കൂടെ അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലുകൊണ്ട് വയ്യാൻ്റെ ശേഷമാണ് നാമം ചെല്ലാൻ വേണ്ടിയിട്ട് കിട്ടണം. മറ്റേ ഞങ്ങൾ നാമം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അവനൊരു വരവും കൂളിയും കഴിഞ്ഞിട്ട് ടപ്പടപ്പടപ്പടപ്പടേച്ചിട്ട് ആരോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നാമം ചൊല്ലി ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ കാര്യമായിട്ട് ഇരുന്നിട്ട് നാമം ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചെല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.